കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് അദ്ദേഹം സനാതന ധർമ്മപീഠത്തിൻ്റെ സെമിനാർ, ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഇതിനകത്ത് അവിടുത്തെ വൈസ് ചാൻസലർ പങ്കെടുക്കും എന്നാണ് കരുതുന്നത്. അദ്ദേഹം ഗവർണർ വന്ന ആ ക്യാമ്പസിനകത്ത് ഒരു ഫംഗ്ഷന് വന്നാൽ വൈസ് ചാൻസലർ അവിടെ ഉണ്ടായിരിക്കണം. വിട്ടു നിൽക്കുമോ എന്നറിയില്ല. ഏതായാലും ഗവർണർ ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അദ്ദേഹം ആ കോമ്പൗണ്ടിൽ വന്ന് താമസിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റുള്ളൂ. വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവിടുത്തെ കുട്ടികളാണോ പ്രതിഷേധിക്കുന്നത്? സംസ്ഥാനത്തെ ചില പാർട്ടികളുടെ നേതാക്കന്മാരുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി വിദ്യാർത്ഥി സംഘടന നേതാക്കൾ ക്യാമ്പസിനകത്ത് എന്തിനു പ്രവേശിക്കുന്നു? അവർ സംസ്ഥാന തലത്തിലുള്ള നേതാവാണെങ്കിൽ അവർ ആ രീതിയിൽ പ്രവർത്തിച്ചോളുക. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്നവരാണോ ഈ നേതാക്കന്മാർ അവിടെ പ്രകടനാർത്ഥം വിദ്യാർത്ഥികളെന്ന് സംശയമുണ്ട്. അത് അനുവദിക്കാൻ പാടില്ല. അത് പോലീസ് പ്രൊട്ടക്ഷൻ വൈസ് ചാൻസലറാണ് ആവശ്യപ്പെടേണ്ടത്. ഗവർണർ ചാൻസലറാണ്. അദ്ദേഹത്തിനെ ക്യാമ്പസിൽ കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ചു യുവജന സംഘടനകൾ. അത് നിയമവിരുദ്ധം തന്നെയാണ്. കേരള ഗവർണറാണ്. കേരള ഗവർണറും കേരള മുഖ്യമന്ത്രിയും ഭരണഘടനാപരമായ ഓഫീസുകൾ ഫങ്ഷൻ ചെയ്യുന്നവരാണ്. അവരെ തടയാനായിട്ട് മുഖ്യമന്ത്രിയുടെ പരിപാടികൾക്ക് സംരക്ഷണം കൊടുക്കണം, ഗവർണറുടെ പരിപാടിക്ക് സംരക്ഷണം കൊടുക്കണം. അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റുഡൻറ്റ് വിങ്ങുകൾ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ശരിയല്ല. കാരണം 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ആ ക്യാമ്പസിൽ 3-4 ദിവസമായിട്ട് കിടക്കുന്നത്. കേരളത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായ സംവാദം നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭരണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആ രാഷ്ട്രീയ സംഘടനയുടെ മേധാവികൾ ഭരണം നടത്തുക, കഴിവുള്ളത്തോളം കൺഫ്രണ്ടേഷൻ ഒഴിവാക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രശ്നങ്ങളാണ്. അതിലേക്കാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഇത് രാഷ്ട്രീയപരമായ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുട്ടികളെ കൊണ്ട് ചൂടുചോറ് വാരിപ്പിക്കുന്നു എന്നാണ് തോന്നുന്നത്. ആ ക്യാമ്പസിലെ കുട്ടികളല്ലാതെ വെളിയിലുള്ള ക്യാമ്പസിലെ കുട്ടികൾ അവിടെ വരാൻ പാടില്ല. ആ നേതാക്കന്മാർ എവിടെ പഠിക്കുന്നതെന്നറിയാം. പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് പോലീസ് ആ കാര്യമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ക്യാമ്പസിനകത്ത് ഞായറാഴ്ച വന്നു കയറി അവിടെ ക്യാമ്പസിനകത്ത് ഗവർണറെ നിന്ദിക്കുന്ന, അവഹേളിക്കുന്ന പോസ്റ്റർ എടുത്ത് മാറ്റാൻ പോലീസിനെ നിർദ്ദേശിച്ചു. അവർ മാറ്റിയില്ല. അദ്ദേഹം തന്നെ രാത്രി വെളിയിലിറങ്ങി. മലപ്പുറം SP വിളിച്ചു വരുത്തി ശശിധരനെ. അവരുടെ എല്ലാം പോസ്റ്റിംഗ് രാഷ്ട്രീയ പ്രേരിതമാണ്. അവർക്ക് മുന്തിയത് ഗവർണറല്ല, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മേലുള്ള ഒരു ഒരു ഭരണഘടനാ പദവിയാണ് ഗവർണർ എന്ന് മനസ്സിലാക്കിക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയാണ്. അതിൻ്റെ കീഴെയാണ്. ആ ഗവർണർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഭരണം നടത്തുന്നത്. എന്തായാലും അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഏതായാലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് ചേർന്നതല്ല. ഏതായാലും അത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അവിടെ സംരക്ഷണം കൊടുക്കേണ്ട ഒരു ആവശ്യം 2000 പോലീസുകാരുടെ സേവനം 5-6 ദിവസത്തേന് കേരളത്തിൽ ലഭിച്ചില്ല. രാഷ്ട്രീയ ചേരിതിരിവിൻ്റെയും പോരിൻ്റെയും കാര്യത്തിന് വേണ്ടി അവരെ വിനിയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല. അങ്ങനെ വിനിയോഗിക്കാൻ നമുക്ക് പോലീസുമില്ല. ഒരു വാക്ക് പറഞ്ഞാൽ പ്രശ്നം തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടികളവിടെ കയറണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അവർ കയറില്ല. അതിന് പകരം കേരളത്തെ മുൾമുനയെ നിർത്തുന്ന വീറും വാശിയും പോരും ഒക്കെ നമ്മൾ കാണുകയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഏതായാലും ഇന്ന് ഗവർണർ 2:30-ത്തെ ഫംഗ്ഷന് പങ്കെടുക്കും. അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതുന്നു. കാരണം അതുപോലെ പോലീസുണ്ട്. ഇന്നലെ ഞായറാഴ്ചയായിട്ടും അദ്ദേഹം അവിടെ പ്രവേശിക്കാതിരിക്കാൻ
അവർ അവിടെ കാണിച്ച പേക്കുത്തുകൾ നമ്മൾ കണ്ടു. ഇതൊന്നും കേരളത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഏത് വിദ്യാർത്ഥി സംഘടനകളായാലും ശരി, അവരുടെ ക്യാമ്പസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസ് അവരുടെ കുത്തകയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഈ നടപടികൾ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് പിന്മാറ്റണം. കുട്ടികൾ അവിടെ പഠിക്കട്ടെ, അവരെ പഠിക്കാനാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രിമാരെ ഉണ്ടാക്കാനും രാഷ്ട്രീയ MLA-മാരെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടല്ല ക്യാമ്പസിൽ രാഷ്ട്രീയം പാടില്ല. കുട്ടികൾ പഠിച്ചു വളരട്ടെ. അവരെ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയമായ ചിന്ത ഇപ്പോഴുള്ള നേതാക്കന്മാരെക്കാളും കൂടുതൽ നിലവാരത്തിലേക്ക് അവരെടുത്തുള്ളൂ. അത് ഇന്ത്യൻ പൗരന്മാരുടെ കടമയാണ്, അവരത് ചെയ്തുള്ളൂ. അതിനാളെ പിടിക്കുന്ന രീതിയിൽ കുട്ടികളെ ഇതുപോലെ വഷളത്തരത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് നല്ലതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിൽ അവിടുന്ന് ഗവർണറെ അവഹേളിക്കുന്ന, അദ്ദേഹത്തെ പുച്ഛിക്കുന്ന രീതിയിലുള്ള ബാനറുകൾ ഗവർണർ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞപ്പം അത് മാറ്റാതിരുന്ന പോലീസിനെ രാത്രിയിൽ വിളിച്ചു വരുത്തി അതെടുത്ത് മാറ്റിച്ചു. അത് അവിടുത്തെ SP-യുടെ അല്ലെങ്കിൽ അവിടുത്തെ SHO-യുടെ ധർമ്മമാണ്, കടമയാണ്. ഹൈക്കോടതി പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറുകൾ റോഡ് സൈഡുകളിലെല്ലാം അത് ഫ്ലക്സുകൾ വെച്ച് ആ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് അവരുടെ കാഴ്ച പരിമിതപ്പെടുത്തുകയും മുൻവശത്തെയും ഇടതുവശത്തെയും വലതുവശത്തെയും അവർക്ക് കാഴ്ചകളൊന്നും തന്നെ ഇല്ല. ആ വഴി വരുന്ന വാഹനങ്ങളെ കാണാൻ കൂടി പറ്റുന്നില്ല. അതുകൊണ്ട് കേരള ഹൈക്കോടതി പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ പ്രകടനങ്ങൾ നടത്തുന്നതിനുള്ള അല്ലെങ്കിൽ സമ്മേളനത്തിനുള്ള പോസ്റ്ററുകൾ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിമൂവ് ചെയ്യണമെന്ന് ഹൈക്കോടതി പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളത്തിലെ ക്യാമ്പസ് മൊത്തമായിട്ട് വിലക്കെടുക്കുന്ന വിദ്യാർത്ഥി നേതാക്കന്മാരാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അത് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറേയൂടെ സംയമനം പാലിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് നല്ലത്. അതിനാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡേഴ്സ് തയ്യാറാകേണ്ടത്. രാഷ്ട്രീയ മുതലെടുപ്പിന് കുട്ടികളെ ദുരുപയോഗം ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടു. പോലീസ് അവരെ പ്രവേശിക്കാതിരിക്കാനുള്ള വലയം തീർത്തു. ആ വലയത്തിൻ്റെ മുകളിൽ കരിങ്കൊടി കെട്ടുന്നത് നമ്മൾ കണ്ടു. ആ രീതിയിലുള്ള രാത്രി കുട്ടികൾ ഈ രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ കോളേജിലും സ്കൂളിലും അയക്കുന്നതെന്ന് മാതാപിതാക്കൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 24 മണിക്കൂറും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നാലെ പോകുന്ന തലമുറയായി പോയി കേരളത്തിലെ. അതൊക്കെ മാറണം. കേരളത്തിന് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകണം. ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കണം. അതാണ് നമുക്ക് നടത്തേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, അത് ഭിന്നശേഷിക്കാരനായ കാലില്ലാത്ത ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് റോഡിൽ നിന്ന് എടുത്തു മാറ്റി സൈഡിൽ കൊണ്ട് 3-4 പോലീസുകാർ ആ ഭിന്നശേഷിക്കാരനോട് തീർച്ചയായിട്ടും ദയ കാണിച്ച് അയാളെ സൈഡിൽ കൊണ്ട് നിർത്തിയ സന്ദർഭത്തിൽ 4 DYFI പ്രവർത്തകർ വന്ന് അയാളെ തൊഴിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടു. ഇതൊന്നും വകവെച്ച് കൊടുക്കാൻ കഴിയും. ദയവായി അയാളുടെ മൊഴി പകർത്തി ആ DYFIക്കാർക്കെതിരായിട്ട് കേസെടുക്കണം. മനുഷ്യജീവിയാണ്. പിന്നെ ഭിന്നശേഷിക്കാരനായി ജനിച്ചുപോയി, അയാൾക്കൊരു രാഷ്ട്രീയ ചിന്തയുണ്ട്. ഏത് ചിന്ത ആയിക്കോട്ടെ, അയാളൊരു പ്രകടനം നടത്താനോ ഒന്നും പോകുന്ന വ്യക്തിയല്ല. അതിന് പ്രതിഷേധം കരിങ്കൊടി റോഡ് സൈഡിൽ നിന്ന് കാണിച്ചപ്പം അവിടെ ഡ്യൂട്ടിയിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ അയാളെ എടുത്തു മാറ്റി. അങ്ങനെ സൗകര്യത്തിന് കിട്ടിയപ്പം പുറത്ത് മാരകമായ തൊഴിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്താണ് ഇവരെ തലയിൽ കൂടെ പോകുന്നത്? ഈ കുട്ടികളുടെ തലയിൽ കൂടെ എന്താണ് ചിന്ത? എന്ത് ചിന്തയാണ് പോകുന്നത്? മനുഷ്യത്വമില്ലാത്ത മൃഗവാസനയുള്ളവരാണ് ഇവരൊക്കെ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അതുതന്നെയല്ല, മുഖ്യമന്ത്രിയുടെ 2 ഗൺമാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ അംഗരക്ഷകനും 2 പേർക്കെതിരായിട്ട് കേസെടുക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് മെമ്മോ കൊടുക്കണം. കാരണം അവർക്ക് ലോ ആൻഡ് ഓർഡർ അധികാരമില്ല. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ കാറിൽ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തിന് രക്ഷയാണ് അയാൾ നോക്കേണ്ടത്. എസ്കോർട്ട് ചെയ്യുന്നവർ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കാനും അദ്ദേഹത്തിനെ ആക്രമിക്കാതിരിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. റോഡിലെ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചവരെ അവിടുത്തെ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റി കടയുടെ സൈഡിൽ കൊണ്ട് നിർത്തിയെടുത്ത് കാർ നിർത്തി ഇറങ്ങി വന്ന് അവർ മാരകമായ കമ്പുകൊണ്ട് മർദ്ദിക്കുന്ന ചരിത്രം നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അതിനൊന്നും അവർക്ക് അധികാരമില്ല. ലോക്കൽ പോലീസാണ് അത് നോക്കേണ്ടത്. ഇത് ഗുണ്ടാ പ്രവർത്തനം തന്നെയായിട്ട് പരിഗണിക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ആ ഗൺമാനും അതുപോലെ തന്നെ ആ എസ്കോർട്ടിൽ വന്ന ആ
വടി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളുണ്ട്. കറുത്ത ഷർട്ടിട്ട 3 പേരും ഉണ്ട്. അവർ 4 പേരെ പ്രതിയാക്കി FIR എടുക്കണം. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറഞ്ഞ് വന്ന് നിന്ന് ആ ജനങ്ങളെ മർദ്ദിക്കുന്നത്, വടി കൊണ്ട് അടിക്കുന്നത്, അതൊന്നും പ്രിസ്ക്രൈബ്ഡ് ആയ ലാത്തിയല്ല. അത് പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. കാരണം അവർക്ക് അതിന് അധികാരമില്ല. മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് അവർ കൊണ്ടുപോവുക, അതാണ് അവരുടെ ഡ്യൂട്ടി. ആ വാഹനത്തിന് മറ്റ് പ്രശ്നം ഉണ്ടാകാതെ എസ്കോർട്ട് ചെയ്ത് പോകുക. റോഡിലുള്ളത് ലോക്കൽ പോലീസാണ് നോക്കുന്നത്. അവർ നോക്കിക്കൊണ്ടിരിക്കും. അവർ ആളെ പിടിച്ചു മാറ്റി ഒതുക്കി കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി വാഹനം നിർത്തി ഇറങ്ങി വന്ന് അടിക്കാനുള്ള അധികാരം അവർക്കില്ല. അതുകൊണ്ട് അതിനും കേസെടുക്കണം. ആ 2 സംഭവങ്ങൾക്കും കേസെടുക്കണം. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരന് മൊഴി വാങ്ങിച്ച് കേസെടുക്കണം. കൺസേൺ ഇവർക്ക് ആരാണ് ശമ്പളം കൊടുക്കുന്നത്, ഏത് SP മാരാണ്, ആ SP ഇവർക്ക് ഷോ കോസ് നോട്ടീസ് കൊടുക്കണം. അതിനുശേഷം FIR എടുക്കണം. ഈ 2 പ്രവൃത്തിയും അടിയന്തരമായി ചെയ്തെങ്കിൽ മാത്രമേ കേരളത്തിലെ ഈ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.